കൃത്യമായ ആസൂത്രണത്തോടെ 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. അതിൽ 5 കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലാണ്. പക്ഷേ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളാണ്. സമീപകാലത്തൊന്നും ഇന്ത്യ ചെയ്യാത്ത നടപടിയാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളത്. ഇതാ ഈ മാജിക് വാളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ത്യ ആക്രമിച്ച സ്ഥലങ്ങൾ കാണാം. മുസഫറാബാദ് മുതൽ ഈ അറ്റത്ത് ബഹാവൽപൂർ വരെയുള്ള പ്രദേശങ്ങൾ. ഇതിൽ മുസഫറാബാദ് എന്ന് പറയുന്നത് പാക് അധീന കശ്മീരാണ്. പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന പ്രദേശമാണ്. അവിടെയാണ് ആദ്യ അറ്റാക്ക് ഇന്ത്യ നടത്തുന്നത്. 2 കേന്ദ്രങ്ങളിൽ മുസഫറാബാദിൽ ആക്രമണം നടത്തുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോട്ലിയും ഗുൽപൂരും ബിംബേറും ഈ 4 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കശ്മീരിലുള്ളതാണ്. പക്ഷേ അതിന് താഴോട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന, പ്രത്യേകിച്ച് പഞ്ചാബുമായും രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമുണ്ട്. സിയാൽകോട്ടുണ്ട്, ചക്കമ്രു ഉണ്ട്, മുരിദ്കെ ഉണ്ട്, ബഹാവൽപൂരുണ്ട്. ഈ 4 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള പ്രദേശങ്ങളാണ്. പഞ്ചാബ് മേഖലയുള്ള, പാകിസ്ഥാന്റെ പഞ്ചാബ് മേഖലകളാണ്. എന്തുകൊണ്ട് ഈ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തു എന്നതും കൃത്യമായ ചോദ്യമുണ്ട്. കാരണം ആദ്യ അറ്റാക്ക് നടക്കുന്നത് മുസഫറാബാദിലാണ്. മുസഫറാബാദാണ് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനം. പലപ്പോഴും ഈ പാക് അധീന കശ്മീർ തന്നെയാണ് ഭീകരരുടെ പ്രധാനപ്പെട്ട താവളം. അതുകൊണ്ട് തന്നെയാണ് മുസഫറാബാദിൽ ഇന്ത്യ ആദ്യ 2 ആക്രമണം നടത്തുന്നത്. അതിനുശേഷം 3ാമത്തെ അറ്റാക്ക് ഉണ്ടാകുന്നത്, ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുന്നത് ബഹാവൽപൂരിലാണ്. ബഹാവൽപൂർ തെരഞ്ഞെടുക്കാൻ കൃത്യമായ കാരണമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. അവിടെയുള്ള ഭീകര താവളങ്ങളെ അടിച്ചമർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കാരണം ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് ബഹാവൽപൂരിലാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹാവൽപൂർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അക്രമങ്ങൾക്ക് ജെയ്ഷ് ഇ മുഹമ്മദിന് പങ്കുണ്ട്. അത് പാർലമെന്റ് ആക്രമണമാകട്ടെ, അതിനുശേഷം ഇന്ത്യയിൽ നടന്ന പല ആക്രമണങ്ങളാകട്ടെ, മൗലാന മസൂദ് അസറിന് പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക്, ആ ഭീകരൻ്റെ സംഘടനയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹാവൽപൂർ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെയുള്ള ഭീകര താവളങ്ങൾ തകർക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നത്. കാരണം മർക്കസ് സുബൻ അള്ള എന്ന് പറയുന്നതാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആ കേന്ദ്രമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. കാരണം പുൽവാമയുടെ ആസൂത്രണം, പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണം അടക്കം നിരവധി ഭീകരാക്രമണ ആസൂത്രണങ്ങൾ നടന്നിട്ടുള്ളത് ഈ ബഹാവൽപൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ മുരിദ്കെ എന്ന് പറയുന്ന പ്രദേശം, അതും സമാനമായ രീതിയിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ പ്രദേശം തന്നെയാണ്. അതെന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ഇന്ത്യക്കുണ്ട്. കാരണം ഹാഫിസ് സയ്യിദൻ എന്ന ഭീകരന്റെ സംഘടനയും പ്രവർത്തിക്കുന്നത് അവിടെയാണ്. ലഷ്കറിന്റെ ആസ്ഥാനം, ലഷ്കറിന്റെ സംഘടനകളെല്ലാം തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുരിദ്കെ ഇന്ത്യ അവിടെ അറ്റാക്ക് നടത്തുന്നത്, ഇന്ത്യ അവിടെ ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലഷ്കറിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നത്. മറ്റൊന്ന് സിയാൽകോട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. സിയാൽകോട്ടും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമാണ്, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. സിയാൽകോട്ടിലും ഭീകര താവളങ്ങൾക്ക് നേരെയും ഇന്ത്യയുടെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരിക്കുന്നു. സിയാൽകോട്ട് തിരഞ്ഞെടുക്കാനും ഇന്ത്യക്ക് കാരണമുണ്ട്. കാരണം ഹിസ്ബുൾ മുജാഹിദീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സിയാൽകോട്ട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരമൊരു ആക്രമണം നടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത്തരം നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിരിക്കുന്നത്. മെഹ്മൂന ജോയ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട്, സംഘടനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹിസ്ബുളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് സിയാൽകോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മറ്റ് 3 മേഖലകൾ നോക്കുകയാണെങ്കിൽ കോട്ലിയും ഗുൽപൂറും ബിംബേറും എല്ലാം തന്നെ പാക് അധീന കശ്മീരിലെ പ്രദേശങ്ങളാണ്. അവിടെ തിരഞ്ഞെടുക്കാൻ, ഈ 3 പ്രദേശങ്ങളും തിരഞ്ഞെടുക്കാനുള്ള കാരണം ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ പാക് അധീന കശ്മീരിലാണ് എല്ലാ കാലത്തും. കാരണം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ ആദ്യം എത്തുന്നത് ഇത്തരത്തിൽ പാക് അധീന കശ്മീരിലാണ്. അവിടെ ഈ ലോഞ്ച് പാഡുകളിൽ അവർ ആദ്യം എത്തും. ഈ ലോഞ്ച് പാഡുകളിൽ നിന്ന് കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഒരു ലോഞ്ച് പാഡിൽ നിന്ന് അവർ എത്തുകയും ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് കടക്കുകയും, അതിന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ, സേനയുടെ ഒക്കെ തന്നെ പിന്തുണയുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ പ്രവേശിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതാണ് പതിവ്. ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ പോലും അത്തരത്തിലുള്ള നീക്കമാണ് നടന്നിട്ടുള്ളത്. കാരണം 1.5 വർഷം മുമ്പ് അവർ ഇന്ത്യയിലേക്ക് എത്തി പാക് സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി. പിന്നീട് ഇവിടെ ഒരു തക്കം പാർത്തിരുന്നുകൊണ്ട് സാഹചര്യം അനുകൂലമായ ആക്രമണം നടത്തുന്നതാണ് പതിവ്. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ 9 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്.